നടൻ ജയസൂര്യ നല്ലൊരു കർഷകനാണെന്ന് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നേരത്തെ കർഷക സ്നേഹിയായ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ കേട്ടപ്പോൾ എന്തുകൊണ്ട് ഇദ്ദേഹം കർഷക അനുകൂല നിലപാട് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ബോധ്യപ്പെട്ടു. ചെറിയ ഒരു ഇടം കിട്ടിയാലും അവിടെ കൃഷി ഇറക്കാൻ വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് ജയസൂര്യ എന്ന മലയാള സിനിമയിലെ യുവ ഗിരിരാജൻ. തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്ന അനുഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊരു വിദഗ്ധനാണ്. ചെറിയൊരു കൃഷി ടോയ്ലറ്റിൻ്റെ മുമ്പേ ആയിരുന്നാലും ശരി, ഭക്ഷണത്തിൻ്റെ മുമ്പേ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ പുറകിലൂടെ ഓടി വന്ന് ചെറിയൊരു കൃഷിസ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഉടനടി കൃഷി ഇറക്കും. വിളവിറക്കാൻ മിടുക്കനാണെന്ന് ബോധ്യപ്പെടുകയാണ്. അതിനിപ്പോൾ മണ്ണൊരു പ്രശ്നമല്ല. ഫലഭൂഷ്ടമായ മണ്ണായാലും ശരി, ഫലഭൂഷ്ടമില്ലാത്ത മണ്ണായിരുന്നാലും ശരി, കൃഷി ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഏത് പാടത്തും കയറി അദ്ദേഹം കൃഷി ഇറക്കുമെന്ന് ചില തുറന്നു പറച്ചിലുകൾ തെളിയിക്കുകയാണ്. സ്വാഭാവികം. ഈ പൊയ്മുഖം വെച്ചിട്ട് മേക്കപ്പ് അടിച്ച് കുട്ടപ്പനായി പുറത്തു വന്നിട്ട് നന്മമരം അഭിനയിക്കുന്ന ഈ കർഷകൻ ഇനിയിപ്പോൾ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് ദയവായി ആ കർഷക വേഷമെടുത്ത് അണിയല്ലേ. കാര്യം എന്താണ് കൃഷിയെന്നും ആ കൃഷിയിലൂടെ എന്തൊക്കെ വിളവെടുപ്പാണ് നടത്തിയിരുന്നതെന്നും അതിലൂടെ എന്തൊക്കെ ലാഭമാണ് കൊയ്തിരുന്നതെന്നും നാട്ടുകാർ നല്ല മെനയ്ക്ക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൃഷി നേരിട്ടവർ പറഞ്ഞ അനുഭവം കേട്ടിട്ട് ഈ രാജ്യത്ത് തന്നെ ഇത്രയും മികച്ചൊരു കർഷകനുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം കർഷകർക്ക് വേണ്ടി വായ്തോരാതെ സംസാരിക്കുകയോ അവരുടെ വേദനയിൽ പങ്കാളിയാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം എത്ര മികച്ചൊരു മനുഷ്യത്വമുള്ള നന്മ മരമായിരുന്നു. ഇപ്പോഴല്ലേ ആ നന്മ മരത്തിൻ്റെ യഥാർത്ഥ കൃഷിപ്പണിയെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല ബോധ്യം വന്നത്. ഇത്രയും നല്ല വീരസാഹസിക കൃഷികളൊക്കെ നടത്തിയിട്ട് പുറത്തു വന്നിട്ട് എങ്ങനെയാണ് ഒരു കർഷകന് തന്നെക്കുറിച്ച് വലിയ മതിപ്പുണ്ടായി ആൾക്കാരെ ഉദ്ബോധിപ്പിക്കാൻ കഴിയുന്നു എന്ന് തോന്നിപ്പോവുകയാണ്. എന്തായാലും കർഷകൻ മാത്രമല്ല, നല്ലൊരു ഗിരിരാജൻ കോഴിയാണെന്നും എവിടെ ആര് എന്ന് നോക്കാതെ ആ ഗിരിരാജൻ കോഴി ഏത് പിടയെയും ആക്രമിച്ച് കൃഷി നടത്തുന്ന വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ട്. ചില കപടതകൾ ഇങ്ങനെയാണ്. ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ സ്വാഭാവികമായ തകർച്ചയുണ്ടാകും. അങ്ങനെയുള്ള തകർച്ചയാണ് മലയാള സിനിമാ മേഖലയിലെ മികച്ച കർഷകൻ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ജയസൂര്യയും ഇപ്പോൾ പൊളിഞ്ഞടുങ്ങി വീണിരിക്കുന്നത്. കാര്യം ചെയ്ത പ്രവർത്തനങ്ങളും ചെയ്ത കൃഷിയും യാതൊരു തരത്തിലും നീതിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കൃഷിയിലൂടെ തകർന്നു പോയ രണ്ടിരകൾ ഈ മഹാനായ കർഷകനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. കേട്ടപ്പോൾ രണ്ടെണ്ണം പൊട്ടിക്കേണ്ട കാര്യം കൂടി ഉണ്ടായിരുന്നു തോന്നുകയാണ്. എന്തായാലും ഈ ഗിരിരാജനോടൊക്കെ പറയാനുള്ളത്, ദയവായി ഇനി പബ്ലിക്കിൽ വന്നിട്ട് നാട്ടുകാരെയോ കുട്ടികളെയോ ഈ പതപ്പിക്കുന്ന വാചകങ്ങൾ വെച്ചിട്ട് അവരെ ഉപദേശിക്കാതിരിക്കുക. കാര്യം ഒരു യോഗ്യതയുമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ്. പറ്റിയ പണി ഇനി മുതൽ അഭിനയമല്ല, വേറെന്തെങ്കിലും പണി, അതായത് യഥാർത്ഥ കൃഷിപ്പണി ചെയ്തെങ്കിലും ചെയ്ത കൃഷി വെച്ചിട്ടുള്ള പാപങ്ങൾ തീർക്കാനായിട്ട് തയ്യാറാകുന്നതാണ് അന്തസ്സെന്ന് ഈ ഗിരിരാജൻ നടനെ ഓർമ്മിപ്പിക്കുകയാണ്.